ഹലോ ഹായ് വെൽക്കം ബാക്ക്. നമ്മൾ മുത്താറിയില്ലേ റാഗി അത് വെച്ചിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. മുത്താറി നമുക്കറിയാമല്ലോ, പണ്ട് മുതലേ നമ്മൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന ഒരു സാധനമല്ല മുത്താറി. കാരണം അതിനത്രയും ഗുണങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നത്. രക്തക്കുറവ്, ക്ഷീണം, ഷുഗർ ഉള്ള ആൾക്കാർക്കെല്ലാം കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ്. അതുമാത്രമല്ല നിറം വെക്കാനും മുടി കൊഴിച്ചിലെല്ലാം മാറാനെല്ലാം ഉള്ള ഒരു ഡ്രിങ്കും കൂടിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 2.5 ടേബിൾ സ്പൂൺ റാഗി പൊടിച്ചതാണ് എടുക്കുന്നത്. നമ്മളിത് വീട്ടിൽ തന്നെ പൊടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ തന്നെ റാഗി ഇങ്ങനെ കഴുകി ഉണക്കിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ തന്നെ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ പൊടിച്ച് എടുക്കലാണ്. അതിതാ 2.5 ടേബിൾ സ്പൂൺ ഒരു പാത്രത്തിലിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് 2 ഗ്ലാസിൻ്റെ അളവിനാട്ടോ ഉണ്ടാക്കുന്നത്. ഇനി ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ചെറിയ മക്കൾക്കെല്ലാം കൊടുക്കുമല്ലോ, ആ ഒരു രൂപത്തിലൊന്നിങ്ങനെ കുറുക്കി എടുക്കലാണ് കേട്ടോ. ചെറിയ മക്കൾക്കെല്ലാം നമ്മളിങ്ങനെ കുറുക്കിയിട്ട് കൊടുക്കൂലേ, അപ്പം അതേപോലെ ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ കുറുക്കി എടുത്തിട്ടുള്ള മുത്താറി ഞാനിതാ ഒന്ന് തണിയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ഒന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ചൊരു ലൂസിലാണ് ഞാനിതൊന്ന് കുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതാ തണ്ണി വന്നിട്ടുള്ള ഈ ഒരു മുത്താറിയില്ലേ, അത് ഞാനിതാ ഒരു ഇത് വലിയവർക്ക് മാത്രമല്ല കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് കേട്ടോ. അവർക്ക് ഈ ഒരു ഡ്രിങ്കെല്ലാം കുടിക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നത് വേവിച്ചിട്ടുള്ള ഒരു ക്യാരറ്റാണ് ഇട്ടുകൊടുത്തത്. ഒരു ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഞാൻ ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനിതാ 4 ഈത്തപ്പഴമാണ് ഇട്ടുകൊടുക്കുന്നത്. വേറൊന്നും നമ്മൾ ഇതിൽ അഡീഷണലായിട്ട് ചേർക്കുന്നില്ല. 4 ഈത്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിതാ ആവശ്യത്തിന് ഉള്ള പാൽ ഒഴിച്ചെടുക്കുന്നുണ്ട്. പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാൽ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ. കാരണം ഈ ഒരു ഡ്രിങ്ക് നല്ല ലൂസല്ല, നല്ല തിക്കായിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുത്ത് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. ഇതാ അരച്ചെടുത്തുള്ള ഞാനിതാ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമുക്ക് വലിയ ടേസ്റ്റ് അങ്ങനെയൊന്നും തോന്നില്ല, പക്ഷെ കുടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ വെയിറ്റ് ലോസ് എല്ലാം ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഓർക്കെല്ലാം ഇത് നല്ലതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.